നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ പ്രിയാമ്പിളിൽ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി തുടങ്ങിയ കുറച്ച് വാക്കുകളുണ്ടല്ലോ. ഇത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? മദർ ഓഫ് ഓൾ റെവല്യൂഷൻസ് എന്നറിയപ്പെടുന്ന ഒരു റെവല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും 5WH മലയാളം പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ വാട്ട്, വെൻ, വെയർ, വൈ, ഹൂ ആൻഡ് ഹൗ എന്ന രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മദർ ഓഫ് ഓൾ റെവല്യൂഷൻസ് എന്ന ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഫ്രഞ്ച് റെവല്യൂഷൻ മദർ ഓഫ് ഓൾ റെവല്യൂഷൻസ് എന്നറിയപ്പെടുന്നത്? വേറെ എത്രത്തോളം റെവല്യൂഷൻസ് ലോകത്ത് നടന്നിട്ടുണ്ട്. ഞാൻ തന്നെ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ ഇന്ത്യയിൽ നടന്ന റെവല്യൂഷനെ കുറിച്ചും ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചടക്കിയപ്പോൾ നമ്മൾ എങ്ങനെ അതിനെ പ്രതിരോധിച്ചു എന്നൊക്കെ കുറിച്ച് ഒരുപാട് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഫ്രഞ്ച് റെവല്യൂഷനെ മാത്രം മദർ ഓഫ് ഓൾ റെവല്യൂഷൻസ് എന്ന് അറിയപ്പെടുന്നു? നമ്മൾ മനസ്സിലാക്കണം, ആ കാലത്ത് അത്രയും ഒരു പഴയ കാലത്ത് അല്ലെങ്കിൽ ഒരു 1700s ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി തുടങ്ങിയ ബേസിക് റൈറ്റ്സിനെ കുറിച്ച് സംസാരിച്ച അത് നേടിയെടുത്ത ഒരു റെവല്യൂഷനാണ് ഫ്രഞ്ച് റെവല്യൂഷൻ. അതുകൊണ്ട് തന്നെയൊക്കെയാണ് അതിനെ മദർ ഓഫ് ഓൾ റെവല്യൂഷൻസ് എന്നറിയപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ ആ പൊസിഷനിൽ പ്ലേസ് ചെയ്യണം. എങ്കിൽ മാത്രം നമുക്കൊരു കാര്യം വ്യക്തമായും അല്ലെങ്കിൽ അവിടെ ഉള്ളവരുടെ ഫീലിങ്സൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുവന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഫ്രാൻസിലെ ഒരാളായിട്ടാണ്. നിങ്ങളെ തന്നെ ഫ്രാൻസിലെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണക്കാരനായി ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഫ്രഞ്ച് റെവല്യൂഷൻ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന്, എന്തുകൊണ്ടാണ് എല്ലാവരും ഇതിനെ ഇത്രത്തോളം ഒരു ഹൈപ്പ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് അപ്പം മനസ്സിലാവും. അപ്പോൾ വർഷം 1974 ഈ സമയത്താണ് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി നിങ്ങളുടെ കുടുംബജീവിതവുമായിട്ടൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഫ്രാൻസിലെ ഒരു പശ്ചാത്തലം, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ. ഈ 1974 സമയത്ത് ഫ്രാൻസ് ഭരിക്കുന്നത് ലൂയി 16 ബർബൺ ഫാമിലി ഓഫ് കിങ്സ് അല്ലെങ്കിൽ ആ ഒരു രാജവംശത്തിലെ ലൂയി 16 ഫ്രാൻസ് ഭരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ജീവിക്കുന്ന സ്ഥലത്തെ രാജാവ് ലൂയി 16 അപ്പോൾ ഈ ഒരു ഫാമിലിയെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. എന്താണ് അവരുടെ ഒരു സ്റ്റാൻഡും അല്ലെ അവരെങ്ങനത്തെ ഒരു രാജാക്കന്മാരാണെന്ന് പറയാം. ഈ ലൂയി 16 പിൻഗാമികളായിരുന്ന ലൂയി 14, 15 കുറിച്ചൊന്ന് പറയാം. ലൂയി 14 ഒരു ഫേമസ് കോട്ടുണ്ട്, ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാനാണ് സ്റ്റേറ്റ്. ഞാൻ എന്തു പറയുന്നു അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ അതാണ് സ്റ്റേറ്റിൻ്റെ ഇഷ്ടം, അതാണ് എൻ്റെ ജനങ്ങളുടെ ഇഷ്ടം എന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ. അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് എന്നതിനേക്കാൾ കൂടുതൽ ഒരാളുടെ ഡിസിഷൻ അല്ലെങ്കിൽ ഒരാളുടെ ഇഷ്ടം എന്താണോ അതാണ് ഇഷ്ടം എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഒരു സ്വേച്ഛാധിപത്യം അവിടെ ഉണ്ടായിരുന്നു എന്ന്, അല്ലെങ്കിൽ എത്രത്തോളം അവരുടെ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ആ ആളിൻ്റെ ഒരാളിൻ്റെ മാത്രം മനസ്സാണ് ബാക്കിയുള്ളവരുടെ മനസ്സ് എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ലൂയി 14. അത് കഴിഞ്ഞ് ലൂയി 15 വരുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരു എക്കണോമിക് സൈഡ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ ഒരു എക്കണോമിക് സൈഡ്. നമ്മളിപ്പോൾ പറയാറുണ്ട് ഇന്ത്യ ഇടയ്ക്ക് എക്കണോമിക് ഡിപ്രഷനിലേക്ക് പോകാറുണ്ട്, വേൾഡ് മാർക്കറ്റ് ക്രാഷ് ചെയ്തെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഫ്രാൻസിൻ്റെ ഒരു എക്കണോമിക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ ബ്രിട്ടീഷ് ഇന്ത്യ കോൺക്വർ ചെയ്യുന്ന എപ്പിസോഡ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, അതിൻ്റെ തുടക്കത്തിൽ ഇവരും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുമായിട്ടൊക്കെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഇവർ ഷിപ്സ് ഉണ്ടാക്കി പല രാജ്യങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും പോയി അവിടെയൊക്കെ പിടിച്ചടക്കി അവരുടെ കോളനീസ് ആക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സമയത്താണ് മറ്റ് രാജ്യങ്ങളും അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും അവിടത്തേക്ക് വരുന്നുണ്ട്, അവരും യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ഇവർ തമ്മിലൊക്കെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. കാരണം കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചടക്കുക, കൂടുതൽ കോളനികൾ അവരുടെ അധീനതയിൽ കൊണ്ടുവരാനൊക്കെ. ആ സമയത്ത് ഫ്രാൻസും ബ്രിട്ടനുമായിട്ടൊക്കെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ലൂയി 15 സമയത്താണ് നമ്മൾ ഫേമസ് 7 years വാർ, 7 വർഷം നീണ്ടുന്ന വാറൊക്കെ ഇവർ തമ്മിൽ നടക്കുന്നത്, ബ്രിട്ടനും ഫ്രാൻസും തമ്മിലൊക്കെ നടക്കുന്നത്. ആ സമയത്തൊക്കെ ഇവരുടെ എക്കണോമി നമുക്കറിയാം, ഒരു യുദ്ധം നടന്നാൽ അതിൽ വിജയം ഉണ്ടാവാം, തോറ്റ ആളൊക്കെ ഉണ്ടാവാം. പക്ഷേ എന്നാൽ രണ്ട് സൈഡിലും എക്കണോമി മൊത്തത്തിൽ ഇല്ലാതെയാകും. കാരണം ആ രീതിയിലായിരിക്കും ഒരു യുദ്ധത്തിന് വേണ്ടി ഒരാൾ പോരാടുക, വിജയം മാത്രമായിരിക്കും മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഫ്രാൻസിൻ്റെ എക്കണോമി നല്ല രീതിയിൽ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അമേരിക്കൻ സിവിൽ വാർ നടക്കുകയാണ്. അതായത് അമേരിക്കയിലുള്ളവർ ബ്രിട്ടനെതിരെ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ ഒരു കോളനി ആയിരുന്ന അമേരിക്കയ്ക്കെതിരെ അമേരിക്കക്കാർ യുദ്ധം ചെയ്യുകയാണ്, അവരെ സംസാരിക്കുകയാണ്, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ ഫ്രാൻസ് അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാരണം ബ്രിട്ടനെതിരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ അമേരിക്കയും കൂടെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ആ രീതിയിലും ഭയങ്കര എക്കണോമിക് ഡിപ്രഷനുണ്ട്.
അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ കിങ് ഒന്നും അവരുടെ ഒരു ലൈഫ് സ്റ്റൈല് താഴോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവർ ഭയങ്കര എക്സ്ട്രാ വാഗൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഹൈ പാലസിലൊക്കെയാണ് ആ സമയത്ത് താമസിക്കാറ്. അവരുടെ ജീവിതത്തിന് ഒരു ഭംഗവും പറ്റാതെ അവർ നോക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെ ഒന്നാമത് എക്കണോമിക് ഡിപ്രഷൻ, അതിൻ്റെ കൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർ കടങ്ങൾ എടുക്കാൻ തുടങ്ങി. അവസാനം കടത്തിൽ നിന്ന് കടത്തിലേക്ക് തന്നെ ഫ്രാൻസിൻ്റെ സ്റ്റേറ്റ് പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ മാത്രമായി അവർക്ക് ജോലി. കാരണം ആ രീതിയിൽ ഡിപ്രഷനിലേക്ക് ഫ്രാൻസ് പോയി. പിന്നെ അതിൻ്റെ ഒരു സോഷ്യൽ സൈഡ് നോക്കുവാണെങ്കിൽ, നിങ്ങൾ ജീവിക്കുന്ന ഒരു സോഷ്യൽ സൈഡ് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഒരു ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്ന നിലയിലാണ് സോഷ്യൽ സൈഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലേർജി എന്നറിയപ്പെടുന്ന ആളുകൾ, സെക്കൻഡ് എസ്റ്റേറ്റ് നോബിലിറ്റി എന്നറിയപ്പെടുന്ന ആളുകൾ, തേർഡ് എസ്റ്റേറ്റിലാണ് ബാക്കിയുള്ളവർ. അപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്, ക്ലേർജി എന്ന് പറയുന്നത് ചർച്ചുമായി ബന്ധപ്പെട്ട ആളുകളാണ്. സെക്കൻഡ് എസ്റ്റേറ്റ് നോബിലിറ്റി എന്ന് പറഞ്ഞാൽ കിങ്ങും രാജകുടുംബം അങ്ങനെയുള്ളവരാണ്. തേർഡ് എസ്റ്റേറ്റാണ് ബാക്കിയുള്ളവർ. അപ്പോൾ പക്ഷേ ഇതിനെ നമ്മുടെ ഇന്ത്യയുടെ ഒരു ചാതുർവർണ്ണയമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. കാരണം ഇന്ത്യയിൽ നമുക്കറിയാം ചാതുർവർണ്ണയത്തിലേക്ക് ഏറ്റവും താഴെത്തട്ടിൽ ഉണ്ടായിരുന്ന, അന്ന് ആ കാലത്ത് ഉണ്ടായിരുന്നവരായി സങ്കല്പിക്കപ്പെടുന്നവരിൽ നമുക്കറിയാം അവർക്ക് വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്നു. അൺടച്ചബിലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിലനിന്നിരുന്നു. പക്ഷേ അവിടെ അങ്ങനെയല്ല. ഈ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെക്കിടയിലുള്ള എസ്റ്റേറ്റായി അവർ സങ്കല്പിച്ചിരുന്നു എങ്കിലും അതിൽ വലിയ വലിയ ബിസിനസ് മാൻ, അല്ലെങ്കിൽ പിന്നെ അതുപോലെ മെർച്ചൻറ്റ്സ്, പല കോർട്ടിലുള്ള ലോയേഴ്സ്, പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ ഒരു ഓഫീസിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ, അതായത് ഈ തേർഡ് എസ്റ്റേറ്റിലുള്ളവർ നല്ല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കഴിവുമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പക്ഷേ പെസൻസ്, ആർട്ടിസൻസ് അല്ലെങ്കിൽ കൃഷിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർ, അതുപോലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവർ, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഒരു തേർഡ് എസ്റ്റേറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 90% ആളുകളും തേർഡ് എസ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ബാക്കി ഒരു 10% മാത്രമാണ് ഈ ക്ലേർജിയും നോബിലിറ്റിയും കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ 90% ആളുകൾ തേർഡ് എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു എങ്കിലും 40% സ്ഥലം മാത്രമേ അവരുടെ അധീനതയിലുണ്ടായിരുന്നു. അതായത് അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നുള്ളൂ. അതായത് 90% ആളുകൾക്ക് വെറും 40% സ്ഥലം മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു 10% കീഴിലാണ് ബാക്കി 60% ലാൻഡിൻ്റെയും ഓണർഷിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം നിങ്ങൾ അതിൽ ബുദ്ധിമുട്ടുന്നു എന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓഫീസിലോട്ടൊക്കെ പോയി, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ചുറ്റും നടക്കുന്നുണ്ട്. അതായത് ഫ്രാൻസ് പല സ്ഥലങ്ങളുമായി യുദ്ധം ചെയ്യുന്നു, ഫ്രാൻസ് പല യുദ്ധങ്ങളെയൊക്കെ നിങ്ങളുടെ രാജാവ് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും അസ്വസ്ഥരാണ്. കാരണം ഒരു നോർമൽ ലൈഫിലോട്ടൊന്നും ആർക്കും പോകാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുമാത്രമല്ല ടാക്സ് ഉണ്ട്. നമുക്കറിയാം ടാക്സ് ഉണ്ട്. സ്റ്റെയിലി എന്ന് പറഞ്ഞ് പലതരം ടാക്സസ് നിലനിന്നിരുന്നു. എന്നാൽ ഈ ടാക്സസൊക്കെ ഫസ്റ്റ് എസ്റ്റേറ്റോ സെക്കൻഡ് എസ്റ്റേറ്റോ ഉള്ളവർ കൊടുക്കണ്ട. അവരിതിൻ്റെയൊക്കെ ഗുണങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും ഇത് തേർഡ് എസ്റ്റേറ്റ് മാത്രം കൊടുത്താൽ മതി. അതായത് നിങ്ങൾ കൊടുക്കുന്ന ടാക്സിന് അനുസരിച്ച് ജീവിക്കുന്നവർ മറ്റവരാണ്. നിങ്ങൾ എത്രത്തോളം ടാക്സ് കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് മറ്റവരാണ് സുഖമായി ജീവിക്കുന്നത്. കാരണം അവർക്ക് ടാക്സ് കൊടുക്കണ്ട, നിങ്ങളിൽ നിന്ന് ടാക്സ് എടുത്ത് അവർ ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലം. ഇങ്ങനെയൊക്കെയായിരുന്നു അന്നൊക്കെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷെ നമുക്കറിയാം ഇതിനെ ഒരു പീക്കിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ടോട്ടൽ അസ്വസ്ഥരായി ഇതിനൊരു മാറ്റം വരണമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അത് നോക്കുവാണെങ്കിൽ ഒരു 1715, ഒരു 1789 അതിനിടയിലുള്ള ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് ഫ്രാൻസിൻ്റെ പോപ്പുലേഷൻ വളരെയധികം കൂടുകയാണ്. എന്നാൽ പോപ്പുലേഷൻ അനുസരിച്ച് അവരുടെ പ്രൊഡക്ഷൻ കൂടുന്നില്ല. അഥവാ ഫുഡൊന്നും അവർക്ക് അത്രത്തോളം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വലിയ തോതിൽ അവരുടെ പ്രൈസൊക്കെ ഇൻക്രീസ് ചെയ്യണം. നമുക്കറിയാം ഡിമാൻഡ് കൂടി, പക്ഷേ അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ പ്രൈസ് വലിയ തോതിൽ ഇൻക്രീസ് ചെയ്യുകയാണ്. അവരുടെ ഒരു സ്റ്റേപ്പിൾ ഡയറ്റ്, നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ ചോറ് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഒരു സ്റ്റേപ്പിൾ ഡയറ്റായിരുന്നു ബ്രെഡൊക്കെ. അപ്പോൾ ബ്രെഡിനൊക്കെ ഭയങ്കര തോതിൽ വില കൂടുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഞാൻ പറഞ്ഞു മിഡിൽ ക്ലാസ്സിലുള്ളവർ, മിഡിൽ ക്ലാസ് എന്നൊരു കാറ്റഗറിയും കൂടെ അവിടെ ഉയർന്നു വരികയാണ്. മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ലോയേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ പലതരം ഉദ്യോഗങ്ങൾ ചെയ്യുന്നവരുണ്ടായിരുന്നു, ബിസിനസ് മാൻമാരുണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിലൊരു മിഡിൽ ക്ലാസ്, അല്ലെങ്കിൽ വലിയൊരു ഹൈ പൊസിഷൻ അല്ല, എന്നാൽ ഒരു പോവേർട്ടി ലൈനിന് താഴെ ഉള്ളവരുമല്ല, ഒരു മിഡിൽ ക്ലാസ് എന്ന രീതിയിൽ അവിടെ ഒരു ജനത ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അവർ എഡ്യൂക്കേഷൻ കിട്ടി, അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി, അവർ ചിന്തിക്കാൻ കഴിവുള്ളവരായി. അങ്ങനെ അവർ ചിന്തിച്ച്, നമുക്കറിയാം റൂസോ, മൊണ്ടെസ്ക്യൂ എന്ന് പറയുന്ന പല ചിന്തകരും അവിടെ ഉടലെടുക്കുകയാണ്. അവരുടെ ഐഡിയാസ് ബാക്കിയുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയാണ്. പല സ്ഥലങ്ങളിലും നമുക്കറിയാം ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന പോലെ ചായക്കടകളിൽ, പക്ഷേ അവിടെയൊക്കെ ആണെങ്കിൽ ഒരു സലൂൺസിൽ, അല്ലെങ്കിൽ പല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഐഡിയാസ് ഡിസ്കസ് ചെയ്യപ്പെടുകയും അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെയാണ് ഒരു മാറ്റം വരാൻ പറ്റുന്ന
എന്നൊക്കെ ഡിസ്കസ് ചെയ്യുകയും അല്ലെങ്കിൽ കിങ്ഷിപ്പിന് ഉള്ള ദോഷവശങ്ങളെക്കുറിച്ച് ആളുകൾ ഡിസ്കസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഡിസ്കഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും അസ്വസ്ഥരാണ്. കാരണം ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമാണ്, നിങ്ങൾ മാത്രം കൊടുക്കുന്ന പൈസയിൽ ബാക്കിയുള്ളവർ ജീവിക്കുന്നു, ഒരാളുടെ തീരുമാനമാണ് ബാക്കിയുള്ളവരുടെ എല്ലാം തീരുമാനമായി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇവരുടെ ഈ ചിന്തകന്മാരും അവരുടെ പുസ്തകങ്ങളും ആളുകൾ കൂടുതലായി വായിക്കുന്നു, അവരുടെ ആശയങ്ങൾ കൂടുതലായി ആളുകളിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ആശയങ്ങൾ അന്ന് നിലനിന്നിരുന്ന പത്രങ്ങളിൽ കൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിൽ കൂടെയും ഒക്കെ പ്രചരിക്കപ്പെടുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെയൊക്കെ മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, അവരുൾപ്പെടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രതിവിധി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വായിച്ചറിയുന്നുണ്ട്. ഇത്തരം ചിന്തകന്മാരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ട്. കാരണം കൂടുതലായി ആളുകൾ ചിന്തിക്കുന്നുണ്ട്, കൂടുതലായി ഈ ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉയർന്നു വരികയും അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ആളുകളൊക്കെ കൂടുതലായി ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഇതിന് ഒരു മാറ്റം വരാൻ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ കഴിയുക എന്നൊക്കെ ആളുകൾ മനസ്സിലാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു റെവല്യൂഷനും ഒരു ട്രിഗറിങ് മൊമെൻ്റ് ഉണ്ടല്ലേ. ആളുകളൊക്കെ ഓൾറെഡി അസ്വസ്ഥരാണ്, അതിൻ്റോടൊപ്പം തന്നെ ഇങ്ങനൊരു ട്രിഗറിങ് മൊമെൻ്റ് അല്ലെങ്കിൽ പെട്ടെന്നൊരു പൊട്ടിപ്പുറപ്പെടലൊക്കെ ഉണ്ടാകുന്നത് ഒരു ട്രിഗറിങ് മൊമെൻ്റ് ഉണ്ടാകുമ്പോഴാണ്. അതുപോലെ ഇവിടെയും ഒരു ട്രിഗറിങ് മൊമെൻ്റ് സംഭവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പല ഭക്ഷ്യസ്ഥാനങ്ങൾക്കും ഭയങ്കരമായി വില കൂടുന്നുണ്ട്. കാരണം ആളുകളൊക്കെ ഭയങ്കരമായി അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ഭയങ്കരമായി കുറയുന്നുണ്ട്. അതൊക്കെ കാരണങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഫ്രാൻസ് നല്ല രീതിയിൽ കടത്തിലോട്ടൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജാവ് വിചാരിക്കുകയാണ് ടാക്സ് ഒന്നും കൂടെ കൂട്ടാം. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മാത്രമേ ടാക്സ് കൂടുകയുള്ളൂ, അഥവാ തേർഡ് എസ്റ്റേറ്റിലുള്ളവർക്ക് മാത്രമേ ടാക്സ് കൂടുകയുള്ളൂ. ആദ്യത്തെ 2 എസ്റ്റേറ്റിലുള്ളവർക്ക് ടാക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ രാജാവ് ടാക്സ് കൂട്ടാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ അന്ന് അവിടെ നിലനിന്ന് അഥവാ വ്യത്യസ്തമായൊരു രീതി എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ടാക്സ് ഹൈക്ക് അല്ലെങ്കിൽ ഒരു ടാക്സ് കൂട്ടണമെങ്കിൽ അത് രാജാവിന് സ്വതന്ത്രമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. അതിന് എസ്റ്റേറ്റ്സ് ജനറൽ എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടണം. അങ്ങനെ മീറ്റിംഗ് വിളിച്ച് കൂട്ടുമ്പോൾ അതിൽ 3 എസ്റ്റേറ്റിലുള്ള ആളുകളും അവിടെ എത്തണം, അവർ തീരുമാനിക്കണം, എങ്കിൽ മാത്രമേ ടാക്സ് കൂട്ടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ അവസാനമായൊരു എസ്റ്റേറ്റ് ജനറൽസ് വിളിച്ച് കൂട്ടിയിരിക്കുന്നത് 1614 അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ സംസാരിക്കുന്നത് ഒരു 1700-കളിലും അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലേക്കാണ്. 1789 ആ ഒരു അടുപ്പിച്ചുള്ള കാലഘട്ടത്തിലേക്കൊക്കെയാണ്. അപ്പോൾ ഏകദേശം ഒരു 100-200 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു അവസാനമായ ഒരു എസ്റ്റേറ്റ് ജനറൽസ് വിളിച്ചേക്കുന്നത്. അതായത് ഒരു 2-3 ജനറേഷൻ മുമ്പാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാം എത്രത്തോളം അതിനെ മാറ്റി നിർത്തപ്പെട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു എസ്റ്റേറ്റ് ജനറൽ ഈ ലൂയി 16 വിളിക്കുകയും അല്ലെങ്കിൽ വിളിക്കാൻ തീരുമാനിക്കുകയും അദ്ദേഹം വിളിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ വെർസാലിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു ഹാളിൽ വെച്ചാണ് ഈ എസ്റ്റേറ്റ്സ് ജനറൽസ് മെയ് 5 1789 അദ്ദേഹം വിളിക്കുന്നത്. അപ്പോൾ ആളുകളൊക്കെ വരുന്നുണ്ട്. ഓരോ എസ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത ആളുകളുണ്ട്. ഫസ്റ്റ് എസ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്ത് 300 പേരും, സെക്കൻഡ് എസ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് 300 പേരും, അടുത്ത തേർഡ് എസ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത്, അതായത് നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ എസ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് 600 പേരും വരുന്നുണ്ട്. തേർഡ് എസ്റ്റേറ്റിനെ മാത്രം റെപ്രസെൻ്റ് ചെയ്ത് 600 പേർ, ബാക്കി 2 എസ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് 300 വെച്ച് 300 പേർ, അതായത് ടോട്ടൽ ഒരു 1200 പേരോളം അവിടെ ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു ഇത് വിളിക്കുമ്പോൾ അവിടെ രാജാവ് ചെയ്ത കാര്യമെന്ന് പറയുന്നത്, ഒരു ടേബിളിൽ അപ്പുറത്ത് 300 പേർ, റൈറ്റ് സൈഡിൽ 300 പേർ, ലെഫ്റ്റ് സൈഡിൽ 300 പേർ, അതായത് അവർ രണ്ടുപേരും മുൻഗണന കൊടുക്കുകയും ബാക്കി ഈ വന്ന 600 പേർക്ക് അല്ലെങ്കിൽ തേർഡ് എസ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്ത് വന്ന 600 പേർക്ക് വലിയ രീതിയിലൊരു റെപ്രസെൻറ്റേഷൻ അവിടെ ഇരിക്കാൻ പോലും കൊടുത്തില്ല എന്നുള്ളതാണ്. അതിലിവർ ക്ഷുഭിതരാവുകയും അവർക്ക് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. മറ്റുള്ളവരെയൊക്കെ റെപ്രസെൻ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു 90% അടങ്ങുന്ന പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്താണ് ഇവരിവിടെ നിൽക്കുന്നത്. പക്ഷേ അവർക്ക് ഇരിക്കാൻ പോലും അല്ലെങ്കിൽ അവർ ബാക്കിൽ നിൽക്കേണ്ട അവസ്ഥയാണ്. ഇരിക്കാൻ പോലും ഒരു അവസരം കൊടുക്കാത്തതുകൊണ്ട് അവരതിൽ ക്ഷുഭിതരാവുകയും അവരവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയുമാണ് ചെയ്യുന്നത്. ഇതാണൊരു ട്രിഗറിങ് മൊമെൻറ്റ്. അല്ലെങ്കിൽ ഈ ടാക്സ് കൂട്ടണം, അല്ലെങ്കിൽ ഇവിടെ നിന്നും ഇവർക്കൊരു സീറ്റ് പോലും കൊടുക്കാതെ ഈ ഒരു പ്രശ്നമാണ് ഒരു ട്രിഗറിങ് മൊമെൻ്റായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. ഇവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ഇവർ അവിടെ തന്നെ ഉള്ള മറ്റൊരു ടെന്നീസ് കോർട്ടിൽ ജൂൺ 20 ഒത്തുകൂടുകയും അതൊരു നാഷണൽ അസംബ്ലി അല്ലെങ്കിൽ ഒരു നാഷണൽ അസംബ്ലിക്ക് വേണ്ടി അല്ലെങ്കിൽ നാഷണൽ അസംബ്ലി ഫ്രാൻസിൽ ഉണ്ടാവണമെന്നും അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണമെന്നും ആഗ്രഹിച്ച് അവരൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവരെ തന്നെ സ്വയമായി നാഷണൽ അസംബ്ലി എന്ന് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി മൊണാർക്കിയെ അതിൻ്റെ പവേഴ്സിനെ ഒന്ന് വെട്ടിക്കുറയ്ക്കണമെന്നൊക്കെ ഇവർ ആഗ്രഹിച്ച് അവർ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്, അഥവാ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മിറാബിയോ, അബീസീസ് പോലുള്ള മറ്റ് പല നേതാക്കളും അവരോടുണ്ട്. ഈ ഞാൻ പറഞ്ഞ മിറാബിയോ, അബീസീസ് പോലുള്ളവർ നോബൽ ഫാമിലിയിൽ ഉൾപ്പെട്ടവരാണ്. എന്നാലും അവർ മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും അവരിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയുമാണ് ചെയ്തത്.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ വേറെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നാഷണൽ അസംബ്ലി ഉണ്ടാവുന്നുണ്ടെന്നും അവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നുമുള്ള വാർത്തകൾ ഫ്രാൻസിൻ്റെ മറ്റ് പല സ്ഥലങ്ങളിലേക്കും പ്രചരിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷേ എന്നാൽ രാജാവ് അവിടത്തേക്കൊക്കെ ആർമി അയക്കുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി രാജാവ് യുദ്ധം പ്രഖ്യാപിക്കുമെന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബാക്കിയുള്ള ജനങ്ങൾ, അഥവാ ഫ്രാൻസിൻ്റെ മറ്റു പല സ്ഥലങ്ങളിലും താമസിക്കുന്ന ജനങ്ങളൊക്കെ അവിടെയുള്ള ഫ്യൂഡൽ ലോഡ്സിനെയൊക്കെ ആക്രമിക്കുകയും അവരുടെ കോട്ടയൊക്കെ പിടിച്ചടക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബേസ്റ്റ്ലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കോട്ട പിടിച്ചടക്കുകയാണ്. ബേസ്റ്റ്ലി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ തന്നെ ഒരു പ്രതിനിധിയായ ഒരു കോട്ടയാണ്. നമ്മുടെ ഇന്ത്യയിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു റെഡ് ഫോർട്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കോട്ടയൊക്കെ പല ആളുകളും പിടിച്ചടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള മൊത്തത്തിലൊരു റെവല്യൂഷണറി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറൊക്കെ അവിടെ നിലനിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നു പോയപ്പോഴത്തേക്കും രാജാവിന് മനസ്സിലായി ഇനി നിന്നിട്ട് കാര്യമില്ല, അഥവാ ഇനി ഇങ്ങനൊരു സിസ്റ്റം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ നാഷണൽ അസംബ്ലി രാജാവ് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അസംബ്ലി ഉണ്ട് എന്ന് രാജാവ് പ്രഖ്യാപിക്കുന്നു. അവർ അതിനെ തുടർന്ന് അവിടെ ഒരു ലോ പാസ്സാക്കുകയും, അല്ലെങ്കിൽ ഓഗസ്റ്റ് 4 1789 ഒരു ലോ പാസ്സാക്കി അവിടുത്തെ ഫ്യൂഡൽ സിസ്റ്റം മൊത്തത്തിൽ അങ്ങ് അബോളിഷ് ചെയ്യും. അതായത് മറ്റു രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് എസ്റ്റേറ്റിന് മാത്രം ഉണ്ടാവുന്ന ടാക്സസ് പോലുള്ള കാര്യങ്ങളൊക്കെ അബോളിഷ് ചെയ്തു. ചർച്ചിൻ്റെ പല സ്ഥലങ്ങളും പിടിച്ചെടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ഈ ഒരു പുതിയ ലോ കൊണ്ട്. അങ്ങനെ ആ സമയത്ത് ഫ്രാൻസ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആവുകയാണ്. അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു മൊണാർക്കിയും ഉണ്ട്, അല്ലെങ്കിൽ കിങ് ഉണ്ട്, പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്രിട്ടനുമായിട്ടൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കാര്യം. അപ്പോൾ നാഷണൽ അസംബ്ലി ഉണ്ട് എന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ മനസ്സിലാക്കണം, നാഷണൽ അസംബ്ലിയിൽ എല്ലാവർക്കും ഒന്നും റെപ്രസെൻറ്റേഷൻ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നൊരു വലിയ സ്പെക്ട്രം ഓഫ് ആളുകളായിരുന്നു. അതായത് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, അതുമുതൽ പെസൻസ്, കൃഷിക്കാരും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവർ, അങ്ങനെ ഒരു വലിയ സ്പെക്ട്രം ഓഫ് ആളുകളായിരുന്നു. അതിൽ തന്നെ ഈ നാഷണൽ അസംബ്ലി വന്നപ്പോൾ ഇതിൽ മിഡിൽ ക്ലാസ്സിൽ ഉയർന്നു നിന്നവർ മാത്രമേ നാഷണൽ അസംബ്ലിയിലേക്ക് എത്തിയത്. അഥവാ നാഷണൽ അസംബ്ലി വെറും 745 മെമ്പേഴ്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ വോട്ടിംഗ് റൈറ്റ്സ്, ഫ്രാൻസിൻ്റെ അന്നത്തെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 28 മില്യൺ ആളുകളാണ്. അതിൽ വോട്ടിംഗ് റൈറ്റ്സ് വെറും 4 മില്യൺ ആളുകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് സ്ത്രീകൾ, കുട്ടികൾ, പിന്നെ 25 വയസ്സിൽ താഴ്ന്നവർ, അതുപോലെ ടാക്സ് 3 ദിവസത്തെ ലേബർ വേജ് ടാക്സായി കൊടുക്കുന്നവർ മാത്രം, അങ്ങനെയുള്ളവർക്ക് മാത്രമേ, അതായത് ഒരു 4 മില്യൺ ആളുകൾ, 28-ൽ ഒരു 4 മില്യൺ ആളുകൾക്ക് മാത്രമാണ് അത് വോട്ടിംഗ് റൈറ്റ്സ് മാത്രം ഉണ്ടായിരുന്നത്. അവർ ഒരു 50,000 ആളുകളെ സെലക്ട് ചെയ്യുകയും, എലക്ടേഴ്സ് എന്ന് പറഞ്ഞ് 50,000 ആളുകളെ സെലക്ട് ചെയ്യുകയും, അവർ ആണ് 745 പേരടങ്ങുന്ന ഒരു നാഷണൽ അസംബ്ലിയെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, കുറേ പേരെ ഇവിടെ അവോയ്ഡ് ചെയ്തിരുന്നു. സ്ത്രീകൾ, അതുപോലെ മറ്റ് ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഈ ഒരു 3 ദിവസത്തെ ടാക്സ് കൊടുക്കാൻ പറ്റാത്തവർ പോലുള്ളവരെയൊക്കെ ഇവിടെ മാറ്റി നിർത്തിവിടും. അതായത് ഇങ്ങനെ ഒരു നാഷണൽ അസംബ്ലി വന്നുവെങ്കിലും കുറേ പേരെ മാറ്റി നിർത്തപ്പെട്ടിരുന്നു. ആ സമയത്ത് അതും ഒരു പ്രശ്നമായൊക്കെ വന്നിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പുതിയൊരു റെവല്യൂഷണറി ഗവൺമെൻറ് വന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് പെട്ടെന്ന് അതൊരു പ്രശ്നമായില്ല എങ്കിലും ഇതൊക്കെ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ ഡിക്ലെയർ ചെയ്തു. അതിന് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അവർ ഡിക്ലെയർ ചെയ്തിരുന്നു. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അതിലാണ് പരാമർശിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഈ സമയത്ത് രാജാവ് ഈ നാഷണൽ അസംബ്ലിക്ക് വേണ്ടി ചെയ്തുവെങ്കിൽ, അല്ലെങ്കിൽ അവരെ അംഗീകരിച്ചുവെങ്കിലും രാജാവ് ഇതിലൊട്ടും സന്തുഷ്ടനായിരുന്നില്ല. മറ്റ് സ്ഥലങ്ങൾ, അതായത് ഫ്രാൻസുമായി ചേർന്ന് കിടന്നിരുന്ന മറ്റ് സ്ഥലങ്ങളും, അല്ലെങ്കിൽ പേർഷ്യ, ഓസ്ട്രിയ പോലുള്ള അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലെ രാജാക്കന്മാരും ഈ ഒരു ഡെവലപ്മെൻറ്റിനെ ഒരു പ്രശ്നമായി കണ്ടിരുന്നു. കാരണം ആളുകൾ ഒരു റെവല്യൂഷണറി ഗവൺമെൻറ് ഉണ്ടാക്കുകയും മൊണാർക്കിയെ അബോളിഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യത്തെ അവരും ഒരു പ്രശ്നമായി കണ്ടിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവരുടെ രാജ്യത്തും നടക്കാമല്ലോ എന്നവർ ചിന്തിച്ച് ഒരു പ്രശ്നമായി കണ്ടിരുന്നു. അവർ ഫ്രാൻസിലെ ലൂയി 16 ഒരു ധാരണയിലെത്തുകയും ഈ ഒരു നാഷണൽ അസംബ്ലിയെ അടിച്ചമർത്താം എന്നൊരു ധാരണയിൽ അവർ എത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് മനസ്സിലാക്കുന്ന നാഷണൽ അസംബ്ലി ഏപ്രിൽ 1792 പെർഷ്യയും ഓസ്ട്രിയയുമായി വാർ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത് കുറേ ആളുകൾ, അല്ലെങ്കിൽ പുതിയൊരു ഗവൺമെൻറ് ആണ് എങ്കിലും ഞാൻ പറഞ്ഞ നേരത്തെ ഒരു കുറേ റെപ്രസെൻറ്റേഷൻ അവിടെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊന്നും വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ചെറിയ തോതിൽ ആളുകൾ ഇങ്ങനൊരു വാർ നടത്താമെന്ന് ഡിക്ലെയർ ചെയ്യുകയും അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പലതരം ആളുകൾ, അല്ലെങ്കിൽ പുരുഷന്മാർക്കൊക്കെ ഈ ഒരു വാറിലേക്ക് പങ്കെടുക്കേണ്ടി
വരികയും അതോടൊപ്പം തന്നെ പക്ഷേ സ്ത്രീകൾക്ക് കുടുംബം നോക്കേണ്ടി വരികയും അവിടെ ഭയങ്കരമായ എക്കണോമിക് ഡിഫിക്കൽട്ടീസ് വരുന്നു. ഞാൻ പറഞ്ഞു നേരത്തെ പോലെയുള്ള ഫുഡ് ഐറ്റംസിനൊക്കെ ഭയങ്കരമായി വില കൂടുന്നു. അങ്ങനെ മൊത്തത്തിലൊരു പ്രശ്നമായി വരുന്നു. ഈ സമയത്ത് മറ്റ് കുറേ ക്ലബ്ബുകൾ അവിടെ വരികയാണ്. അതായത് സ്ത്രീകൾക്ക് വേണ്ടി കുറേ ക്ലബ്ബുകൾ വരുന്നു. അല്ലെങ്കിൽ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഒരുതരം അവർ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരാം എന്നവർ ചിന്തിക്കുന്ന കുറേ ക്ലബ്ബുകൾ. അങ്ങനെ വന്നൊരു ക്ലബ്ബുണ്ട് അവിടെ, ജാക്കോബിൻ ക്ലബ്ബ് എന്ന് പറയുന്നത്. മാക്സിമിലിയൻ റോബസ്പിയർ എന്നൊരാളുടെ നേതൃത്വത്തിൽ ഒരു ക്ലബ്ബ് വന്നതാണ് ജാക്കോബിൻ ക്ലബ്ബ്. അവരിതിനൊക്കെ എതിരായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് ഈ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എക്കണോമിക്കൽ പരമായ പ്രശ്നങ്ങൾ, യുദ്ധം നടക്കുന്നു, അതിനൊക്കെ എതിരായി വന്നു ഈ ഒരു ക്ലബ്ബ്. അങ്ങനെ ഈ ഒരു ക്ലബിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൂടി വരികയും 1792 അവർ ഓഗസ്റ്റ് 10 അവർ രാജാവിൻ്റെ പാലസ് ആക്രമിക്കുകയും രാജാവിനെ പിടിച്ചെടുക്കുകയും അവിടെ മൊണാർക്കി മൊത്തത്തിൽ നാഷണൽ അസംബ്ലിയുടെ സഹായത്തോടെ മൊണാർക്കി മൊത്തത്തിൽ അബോളിഷ് ചെയ്യുകയുമാണ് ചെയ്തത്. എന്നാൽ ഞാൻ പറഞ്ഞു ഈ മാക്സിമിലിയൻ റോബസ്പിയർ എന്ന് പറയുന്ന ഈ ജാക്കോബിൻ ക്ലബിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന ആൾ അത്ര ഒരു നല്ല ആൾ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ അതിനെല്ലാത്തിൻ്റെ ഒരു നല്ല സൈഡ് മാത്രം കാണുന്ന ഒരാളല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവിനെ പിടിച്ചടക്കുകയും രാജ്ഞി പോലുള്ള ആളുകളെ പിടിച്ചടക്കുകയും കുറച്ച് കഴിഞ്ഞ് അവരെ വധിക്കപ്പെടുകയാണ് ചെയ്തത്. കാരണം അവിടുത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സഹായത്തോടെ തന്നെ റിപ്പബ്ലിക്കായി. അഥവാ റിപ്പബ്ലിക്കായി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ മൊണാർക്കി അബോളിഷ് ചെയ്ത്, അല്ലെങ്കിൽ രാജഭരണം അബോളിഷ് ചെയ്ത് റിപ്പബ്ലിക് ആവുകയാണ് ചെയ്തത്. അങ്ങനെ ഈ ജാക്കോബിൻ ക്ലബ്ബ് പിന്നെ അത് കഴിയുമ്പോൾ അവർ ഭരണത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ജാക്കോബിൻ ക്ലബിൻ്റെ റോബസ്പിയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ സമയത്ത്, അല്ലെങ്കിൽ 1793 മുതൽ 1794 വരെ ഉള്ള കാലഘട്ടത്തെയാണ് റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്. കാരണം ഈ റോബസ്പിയറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആളുകളെയൊക്കെ പിടിച്ചടക്കുകയും അവരെ കൊന്നുകളയുകയുമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് ആരും ഇഷ്ടമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ ഉള്ളവരെ അദ്ദേഹം പിടിച്ചടക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമായി ചേർന്ന് പോകാത്തവരെ പിടിച്ചടക്കുകയും അവരെ കൊല്ലുകയും ഒക്കെയാണ് ഇദ്ദേഹം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മറ്റ് പാർട്ടിയിലുള്ളവർ, ക്ലർജി, നോബിൾസ്, നേരത്തെ ഞാൻ പറഞ്ഞ പല എസ്റ്റേറ്റിലുള്ളവർ, അവരെയൊക്കെ പിടിച്ചടക്കുകയും അവരെയൊക്കെ കൊന്നുകളയുകയും ഒക്കെ ഇദ്ദേഹം ചെയ്തിരുന്നു. വലിയ തോതിലൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇക്വാളിറ്റി കൊണ്ടുവരാൻ വേണ്ടി എന്നുള്ള വ്യാജേന ഇദ്ദേഹം പല കാര്യങ്ങളും ചെയ്തു. അതുപോലൊരു കാര്യമായിരുന്നു അദ്ദേഹം എല്ലാവർക്കും ഒരു തരം ആഹാരം മാത്രം കഴിക്കുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. ഫ്രാൻസിൽ അന്ന് നിലനിന്നിരുന്ന മാഡം, സാർ എന്നുള്ള വിളികളൊക്കെ മാറ്റിയിട്ട് എല്ലാവരെയും സിറ്റിസൺസ് എന്ന് മാത്രം വിളിക്കുക എന്നുള്ള രീതി കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള പലതരം റെവല്യൂഷണറി ആയിട്ടുള്ള, അഥവാ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇക്വാളിറ്റി കൊണ്ടുവരണം എന്നൊരു ആഗ്രഹത്തോടെ കൊണ്ടുവന്ന പല കാര്യങ്ങളും ഇങ്ങനെ പ്രശ്നങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ എതിര് നിൽക്കുന്ന ആരെയും അദ്ദേഹം കൊന്നുകളയുന്നു. ഇങ്ങനെ മൊണാർക്കി അബോളിഷ് ചെയ്തു എങ്കിലും ഒരു കൈൻഡ് ഓഫ് മൊണാർക്കൽ ഗവൺമെൻറ് തന്നെ അവിടെ വീണ്ടും നിലനിന്ന് വന്നിരുന്നു. എന്നാൽ ഇവർ ഭരണത്തിൽ വരുമ്പോൾ നേരത്തെ നിലനിന്നിരുന്ന ഒരു വോട്ടിങ്ങിൻ്റെ സമ്പ്രദായം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ 25 വയസ്സിൽ കൂടിയവർ മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ, സ്ത്രീകൾക്കൊന്നും വോട്ടിംഗ് റൈറ്റ്സ് കിട്ടിയിരുന്നില്ല. അതുപോലെ വോട്ടിംഗ് റൈറ്റ്സ് കിട്ടാത്ത കുറേ അധികം ആളുകളുണ്ടായിരുന്നു. അതൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വോട്ടിംഗ് റൈറ്റ്സൊക്കെ കൊടുത്തിരുന്നു. കുറേ ആളുകൾക്ക് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടി, അതിൻ്റെ ഏജ് റിലാക്സേഷനൊക്കെ വന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു നയം ഒരു രാജഭരണം പോലത്തെ നയമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഇയാളെ കൺവിക്റ്റ് ചെയ്യുകയും ഇയാളെയും വധിക്കപ്പെടുകയാണ് ചെയ്തത്. അതായത് കോടതിയുടെ ട്രയലോടെ വധിക്കപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പോഴൊക്കെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി നമുക്ക് കാണാം. അതിനുശേഷം വരുന്നതെന്ന് പറയുന്നത് ഒരു പുതിയൊരു ഗവൺമെൻറ് വരികയും അവിടെ ഒരു പുതിയ ഡയറക്ടേഴ്സും ലെജിസ്ലേഷൻ, അതായത് ഒരാളിലേക്ക് പവർ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 5 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ഡയറക്ടറി ഉണ്ടാക്കുകയും മറ്റ് രീതിയിൽ ഒരു ലെജിസ്ലേഷൻ ഉണ്ടാക്കുകയും ചെയ്തു. അതായത് 2 ബോഡീസ് ഉണ്ട്. പക്ഷേ എങ്കിലും അവിടെ വീണ്ടും പ്രശ്നം വന്നു. അതായത് ഈ ഡയറക്ടേഴ്സും ഈ ലെജിസ്ലേഷനും ഇവർ തമ്മിൽ ഒരാൾ എടുക്കുന്ന തീരുമാനം മറ്റയാൾ അംഗീകരിക്കാതിരിക്കുകയും മറ്റയാൾ എടുക്കുന്ന തീരുമാനം മറ്റൊരു ഡയറക്ടേഴ്സ് അംഗീകരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇവർ തമ്മിലൊക്കെ ക്ലാഷ് നടന്നു. മൊത്തത്തിലൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി വീണ്ടും അവിടെ നിലനിന്നിരുന്നു. ഈ ഒരു സമയത്ത് ഈ ഒരു റെവല്യൂഷൻ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു റെവല്യൂഷൻ പോകുന്നത്. ആ സമയത്താണ് ഇങ്ങനെ വീണ്ടും ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഭരണം പിടിച്ചടക്കുന്നത്. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് വഴി അദ്ദേഹമാണ് വീണ്ടും ഫ്രാൻസിനെ ഭരണം പിടിച്ചടക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഈ ഒരു റെവല്യൂഷൻ്റെ കഥ ഇത്രയുമായിരുന്നു. നെപ്പോളിയനെ കുറിച്ചുള്ള ഇത് നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഒരു ഐഡിയ ഒക്കെ കിട്ടിയത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട്. എഴുതി അറിയിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സംസാരിച്ചും അറിയിക്കാവുന്നതാണ്. അതിനുള്ള വോയിസിൻ്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.